എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റെയിൽവേ സീരീസ് നടക്കുന്നതായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർ 1ലും ടയർ 2ലും ഒരുപോലെ തന്നെ റീസണിങ്ങിനകത്ത് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടയർ 1ലേക്ക് നോക്കുവാണെങ്കിൽ 1 മാർക്കിനും ചില സമയത്ത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ടയർ 2ലേക്കൊക്കെ വരുന്ന സമയത്ത് റീസണിങ് ഉള്ള ഷിഫ്റ്റ് എക്സാമുകളിലൊക്കെ നമുക്ക് NTPCയുടെ ടയർ 2ലൊക്കെ സമയത്ത് 3 മാർക്കിനും ചില സമയത്ത് 4 മാർക്കിനും ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്ലഡ് റിലേഷൻ്റെ കേസിൽ നമുക്ക് മെയിനായിട്ടും റെയിൽവേ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. ഒന്ന്, കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് പറഞ്ഞിട്ട് അതിൽ 2 പേര് നമ്മുടെ റിലേഷൻസ് ഏതെന്ന് ചോദിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റൻ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ് ക്വസ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റനും. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ദിശ അക്കാഡമി ഒരു ദീപാവലി ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീക്ക് എല്ലാവരും ദീപാവലി ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ, ഓക്കെ, ദീപാവലി ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ദിശ അക്കാഡമി ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൺലൈൻ കോഴ്സസ് കറൻ്റ്ലി പോകുന്നതിനെല്ലാം നമുക്കൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഓഫർ പ്രൈസ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ടൈമൊന്നും കളയാണ്ട് നേരത്തെ കൂട്ടി തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ലേറ്റ് ആക്കരുത്, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസിന് നമുക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ നമ്മുടെ റിലേഷൻസ് തന്നിട്ട് അതിൽ ഏതോ 2 പേര് നമ്മുടെ റിലേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ റിലേഷൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു ഫാമിലിയെ വരയ്ക്കുക നമ്മൾ എപ്പോഴും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റൻ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ചെയ്തിട്ട് ആൻസറിന്റെ ഡിസ്കഷൻ നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് ഈസ് ദ സൺ ഓഫ് ഇസഡ് എന്നാണ് ആദ്യം പറയുന്നത്. ഇസഡിന്റെ മകനാണ് എക്സ്, അല്ലേ? നമ്മൾ എങ്ങനെ എടുക്കുക? ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ഇസഡിന്റെ മകനാണ് എക്സ്. എക്സ് ഈസ് സൺ ഓഫ് ഇസഡ്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലേ? ഇസഡിന്റെ മകനായതുകൊണ്ട് ഇസഡിന് ശേഷവും എക്സ് സൺ ആയതുകൊണ്ട് പ്ലസും ജെൻഡർ കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. അടുത്ത വൈ ഈസ് നോട്ട് ദ സൺ ഓഫ് ഇസഡ് എന്ന് പറയുന്നുണ്ട്. വൈ ഈസ് നോട്ട് എ സൺ ഓഫ് ഇസഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇസഡിന്റെ മകനല്ലാന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ആരാണ് വൈ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, നമുക്ക് തൽക്കാലം അത് എടുക്കുന്നില്ല. അടുത്ത കെ ഈസ് ഇസഡ് വൈഫ് എന്ന് പറയുന്നുണ്ട്. കെ എന്ന് പറയുന്ന ഇസഡിന്റെ വൈഫാണ്. ഓക്കെ, കെ എന്ന് പറയുന്ന വൈഫാണ് ആരുടെ? ഇസഡ്. അപ്പോൾ ഇസഡ് ഉറപ്പായിട്ട് എന്തായിരിക്കും? ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെ? അപ്പോൾ അങ്ങനെ കെയും ഇസഡ് നമ്മുടെ റിലേഷൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് എക്സ് ഈസ് ബ്രദർ ഓഫ് വൈ എന്നാണ്. എക്സ് വൈയുടെ ബ്രദർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സ് വൈയുടെ ബ്രദർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, വൈ എക്സിന്റെ സിസ്റ്റർ ആണോ ബ്രദർ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് നേരത്തെ ഒരു ഡേറ്റ ഉണ്ടായിരുന്നു, വൈ ഈസ് നോട്ട് എ സൺ ഓഫ് ഇസഡ് എന്നൊരു ഡേറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ വൈ ഈസ് നോട്ട് എ സൺ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡിന്റെ മകൻ, അല്ലെങ്കിൽ എന്തായാലും ഇസഡിന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇസഡിന്റെ മകളായിരിക്കും ആരെന്ന് പറയുന്നത്? വൈ എന്നത്. അപ്പോൾ നമുക്ക് വൈയുടെ ജെൻഡർ അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ക്വസ്റ്റിൽ ചോദിക്കുന്നത് ഹൗ ഇസ് വൈ റിലേറ്റഡ് ടു കെ എന്നാണ്. അപ്പോൾ കെയുടെ ആരാണ് വൈ എന്നാണ് ചോദിക്കുന്നത്. വൈ ആരെന്ന് ചോദിച്ചാൽ ഒരു ആൻസർ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജെൻഡർ വേണം. വൈയുടെ ജെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ട് ആൻസർ പറയാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ വൈയുടെ ജെൻഡർ ഇവിടെ കിട്ടുന്ന സമയത്ത് ഫീമെയിൽ ആണ്. അപ്പോൾ കെയുടെ മകളാണ് ആരെന്ന് പറയുന്നത്? വൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡോട്ടർ ആയിരിക്കും, മകളായിട്ടാണ് അവിടെ വരുന്നത്, അല്ലെ? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ചില സമയത്ത് ഓപ്ഷനകത്ത് മദറൊക്കെ കിടപ്പുണ്ടായിരിക്കും, ശ്രദ്ധിച്ചോണം. ഹൗ ഇസ് വൈ റിലേറ്റഡ് ടു കെ, റിലേറ്റഡ് ടു എന്ന ടേം ശ്രദ്ധിക്കുക. റിലേറ്റഡ് ടു കെ എന്ന് പറഞ്ഞാൽ കെയുടെ ആരാണ്. അപ്പൊ കെയുടെ ആരെന്ന് വെച്ചാൽ കെയുടെ മകളാണ് വൈ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അതും കുറച്ച് ലെറ്റേഴ്സും അവർ തമ്മിലുള്ള റിലേഷൻസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, വരച്ച് നോക്കാം. ബി ആൻഡ് സി ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ട്. ഈ റെസ്പെക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഓർഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ബിയും സിയും ഹസ്ബൻഡും വൈഫും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഹസ്ബൻഡ് ആണ്, സി വൈഫ് ആണ് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് നമുക്ക്. ഓക്കെ, അതായത് എം ഈസ് ദ ഫാദർ ഓഫ് കെ ആൻഡ് സി എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് കെയുടെയും സിയുടെയും ഫാദർ എന്ന് പറയുന്നുണ്ട്. അപ്പം എം എവിടെ വരും? എന്താ ഇവിടെ വരും. എം സിയുടെയും കെയുടെയും ഫാദർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയും സിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതുകൊണ്ട് അവരുടെ ജെൻഡർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എം ഈസ് ഫാദർ ഓഫ് കെ ആൻഡ് സി എന്ന് പറയുമ്പോൾ എമ്മിന്റെ ജെൻഡർ കിട്ടുന്നുണ്ട്, കെയുടെ ജെൻഡർ അവിടെ കിട്ടുന്നില്ല. ഡേറ്റയ്ക്കകത്ത് നിന്ന് നമുക്ക് കെയുടെ ജെൻഡർ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് ഹൗ ഇസ് ബി റിലേറ്റഡ് ടു എം എന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയും എമ്മും നമ്മുടെ റിലേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ കെയുമായിട്ട് ബന്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കെയുടെ ജെൻഡർ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഹൗ ഇസ് ബി റിലേറ്റഡ് ടു എം എന്ന് വെച്ചാൽ എമ്മിന്റെ സൈഡിൽ നോക്കുമ്പോൾ എമ്മിന്റെ മകളാണ് സി.
മകളുടെ ഹസ്ബൻഡ് ആണ് ആരെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത്. മകളുടെ ഹസ്ബൻഡ് നമ്മൾ എന്താ പറയാ സൺ ഇൻ ലോ എന്നാ പറയാ അല്ലെ. നമ്മുടെ ആൻസർ സൺ ഇൻ ലോ എന്നായിരിക്കും. ഈ ടേമുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചേട്ടോ. ഈ അങ്കിള് സണ്ണ് സൺ ഇൻ ലോ ബ്രദർ എന്നൊക്കെ പറഞ്ഞ ടേമുകൾ ബ്ലഡ് റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേമുകൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻ എടുക്കുമ്പോൾ ഇത് ഇന്ന റിലേഷൻ ആണ് ഇന്ന ടേമിലാണ് അറിയപ്പെടുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം നമ്മള്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കട്ടെ. എ ഈസ് ക്യൂ സിസ്റ്റർ എന്നാണ് പറയുന്നത്. എ ഈസ് ക്യൂ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എ ആണ് അവിടെ സിസ്റ്റർ അല്ലെ. ക്യൂവിന്റെ സിസ്റ്റർ ആണ് എ. ഇതെങ്ങനെ കിട്ടുക? സി ഈസ് ക്യൂസ് മദർ. ഓക്കെ, കുറച്ച് താഴേക്ക് എടുക്കാം. എ ഈസ് ക്യൂ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എ സിസ്റ്റർ ആണ്, ക്യൂവിന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് സി ഈസ് ക്യൂസ് മദർ. സി എന്ന് പറയുന്നത് ക്യൂവിന്റെ മദർ ആണ്, അത് ക്ലിയർ ആണ്. പി സീസ് ഫാദർ. പി എന്ന് പറഞ്ഞാൽ സിന്റെ ഫാദർ ആണ്. ഈസ് പീസ് മദർ. പിയുടെ മദർ ആണ് ഈ. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരുന്നതായിട്ട് ഇങ്ങനെ കയറി പോവാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു പി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു പി. നിങ്ങൾ എവിടെ നോക്കണം? പിയുടെ സൈഡിൽ വേണം നോക്കാൻ. പിയുടെ സൈഡിൽ നോക്കുമ്പോൾ ക്യൂ ആരാണ്? ഓക്കെ, നോക്കുവാണെങ്കിൽ പിയുടെ മകളാണ് സി. ആ മകളുടെ മക്കളിൽ ഒരാളാണ് ക്യൂ എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണ് അവിടെ? അവിടെ നമുക്ക് ക്യൂവിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. ക്യൂവിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ പിയുടെ ആരാണ് ക്യൂ എന്ന് ചോദിക്കുമ്പോൾ പിയുടെ മകളുടെ മകനോ മകളോ ആകാം ആരെന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ എ ആരെന്ന് ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് മകളുടെ മകളാണെന്ന് പറയായിരുന്നു, ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയായിരുന്നു. പക്ഷെ ക്യൂവിന്റെ കേസിൽ വരുന്ന സമയത്ത് ക്യൂവിന്റെ ജെൻഡർ അവിടെ ഇല്ല. അപ്പൊ ക്യൂവിന്റെ ജെൻഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിയുടെ ആരാണ് ക്യൂ എന്ന് ചോദിക്കുമ്പോൾ പിയുടെ കൊച്ചുമകനോ കൊച്ചുമകളോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടറോ ഗ്രാൻഡ് സണ്ണോ ആര് വേണമെങ്കിലും ആകാം ക്യൂ എന്ന് പറയുന്നത്. ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ എന്നായിരിക്കും വരിക. ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ. നമ്മുടെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഗ്രാൻഡ് ഡോട്ടർ കിടപ്പുണ്ട്. ചാടിക്കേറി ഗ്രാൻഡ് ഡോട്ടർ എടുത്ത് കളയരുത്. കാരണം ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ എന്നാണ് വരുന്നത് അല്ലേ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും? cannot be determined ചൂസ് ചെയ്യും. ഇവിടെ ഓപ്ഷൻ ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടർ ഒക്കെ സെപ്പറേറ്റ് കിടപ്പുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ വേണം വരാനായിട്ട്. അല്ലെങ്കിൽ ക്യൂവിന്റെ ജെൻഡർ ഇടുന്ന രീതിയിൽ എന്തെങ്കിലും ഡേറ്റ് അതിനകത്ത് വരണം, എങ്കിലും നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെ ഡേറ്റ് ഇല്ല. അപ്പൊ നമ്മുടെ ആൻസറോട് എന്തായിരിക്കണം? cannot be determined എന്നായിരിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ ആണ് വരേണ്ടത്. പക്ഷേ അവിടെ ആൻസറിലേക്ക് എന്ത് പോകുന്നു? cannot be determinedലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ cannot be determined അല്ലെങ്കിൽ ഇങ്ങനെ ഓരിട്ട് ആൻസർ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മളായിട്ട് ജെൻഡർ അസ്യൂം ചെയ്ത് കൊടുക്കരുത്. പ്രത്യേകിച്ച് ലെറ്റർ വരുമ്പോൾ ആരും തെറ്റിക്കാറില്ല. പക്ഷെ പേരുകൾ വരുമ്പോൾ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇവിടെ നോക്കിയേ, പേരുകൾ വെച്ചാൽ വരുന്നത്. ഓക്കെ, കുറച്ച് ലെറ്റേഴ്സ് ആണ്. ഇത്രയും നേരം നമ്മൾ ലെറ്റേഴ്സ് കണ്ട സമയത്ത് ഇവിടെ പേരുകൾ വരും, റിയൽ നെയിംസുകൾ. ലെറ്റേഴ്സ് അല്ല, റിയൽ പേരുകൾ. സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റും നമ്മുടെ ലൈഫിൽ കാണുന്ന ചില പേരുകളാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മൾ വെറുതെ എന്താണ് പേര് കണ്ടോ ഇന്ന പേര് കണ്ടോ ഇന്ന ജെൻഡർ ആണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോൾ ദിനേശ് എന്ന് കാണുന്ന ഉടനെ അതൊരു മെയിൽ ആണെന്ന് അസ്യൂം ചെയ്യരുത്. ഡേറ്റയ്ക്കകത്ത് അവർ പറഞ്ഞ ദിനേശ് ഈസ് ബ്രദർ ഓഫ് രാകേഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ദിനേശിന് മെയിൽ കൊടുക്കാം. പക്ഷെ അവിടെ രാകേഷിന് ജെൻഡർ എടുക്കാൻ പാടില്ല. കാരണം രാകേഷ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, അപ്പൊ അതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ജെൻഡറിന്റെ കൺസെപ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരും. അത് ക്ലിയർ ആക്കി തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിനേശ് ഈസ് ബ്രദർ ഓഫ് രാകേഷ്. ഓക്കെ, അപ്പൊ ദിനേശ് രാകേഷിന്റെ ബ്രദർ ആണ് എന്നാണ് പറയുന്നത്. അടുത്ത റീനു ഈസ് സിസ്റ്റർ ഓഫ്, അല്ലെങ്കിൽ റീനു ഈസ് സിസ്റ്റർ ഓഫ് അജിത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അത് എടുക്കുന്നില്ല. അടുത്ത രാകേഷ് ഈസ് സൺ ഓഫ് റീനു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാകേഷ് എന്ന് പറയുന്നത് റീനുവിന്റെ സൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കണക്ഷൻ വരുന്നുണ്ട് അല്ലെ. ഇനി ക്വസ്റ്റിനെ ഒരാളുണ്ടല്ലോ, റേനു സിസ്റ്റർ ഓഫ് അജിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റേനു സിസ്റ്റർ ഓഫ് അജിത് എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ദിനേശ് ഈസ് ബ്രദർ ഓഫ് രാകേഷ്, റേനു ഈസ് സിസ്റ്റർ ഓഫ് അജിത്, രാകേഷ് ഈസ് സൺ ഓഫ് റേനു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇവിടെ ഇപ്പൊ അജിത്തിന്റെ ജെൻഡർ മാത്രം അറിയില്ല, ഞാൻ ജെൻഡർ കൊടുത്തിട്ടില്ല. പൊതുവേ നമുക്ക് അജിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ജെൻഡറിലേക്കാണ് വരുന്നത്. പക്ഷെ ഇവിടെ അജിത്തിന്റെ ജെൻഡർ കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ ഈസ് ദിനേശ് റിലേറ്റഡ് ടു റേനു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഹൗ ഈസ് ദിനേശ് റിലേഷൻ, അവർക്ക് തമ്മിൽ പറയാനായിട്ട് നമുക്ക് ജെൻഡർ ഒക്കെ ഉള്ളതല്ല, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ നോക്കാം, റേനുവിന്റെ സൈഡിൽ നോക്കാം. റേനുവിന്റെ സൈഡിൽ നോക്കുമ്പോൾ റേനുവിന്റെ എന്താണ് മകനാണ് രാകേഷ്. ആ മകന്റെ ബ്രദറാണ് ആരെന്ന് പറയുന്നത് ദിനേശ് എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ദിനേശ് ആര് തന്നെയാണ്? റേനുവിന്റെ
മകൻ തന്നെയാണ്, സൺ തന്നെയാണ്. അപ്പം ഇത് രേണുവിൻ്റെ 2 മക്കൾ എന്നുള്ള കൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ആ ഒരു ഡേറ്റ് വരയ്ക്കുന്ന നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് വരയ്ക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് റിലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ പേരുകൾ വെച്ച് വരുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഈ പേര് വെച്ച് ജെൻഡർ കൊടുക്കാതെ പോവാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് പോകാൻ പേര് വെച്ച് ജെൻഡർ കൊടുക്കേണ്ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന്. നമുക്കിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യുന്നു എന്നൊരു ഐഡിയ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, അരുൺ ഈസ് ഫാദർ ഓഫ് ചിത്ര അല്ലെ, അരുൺ ഈസ് ഫാദർ ഓഫ് ചിത്ര. അടുത്തത്, ആൻഡ് ദിനേശ് ഈസ് സൺ ഓഫ് ഭാവന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിനേശ് നമ്മുടെ ഇല്ല തൽക്കം, കുഴപ്പം നോക്കില്ല. മനീഷ് ഈസ് അരുൺസ് ബ്രദർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മനീഷ് ഈസ് അരുൺസ് ബ്രദർ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചിത്രയുടെ ജെൻഡർ കൊടുത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാരും. അടുത്തതിൽ ചിത്ര ഈസ് ദിനേശ് സിസ്റ്റർ എന്നൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പം ചിത്ര എന്ന് പറയുന്നത് സിസ്റ്റർ ആണ് ദിനേശിന്റെ എന്നൊരു കണക്ഷൻ വരുന്നത്. അപ്പം നമുക്കൊരു ചിത്രയുടെ ജെൻഡർ കിട്ടുന്നുണ്ട്. ഇനി ദിനേശിനെ കുറിച്ച് നേരത്തെ ഒരു ഡേറ്റ് ഉണ്ട്, എന്താണ്, ദിനേശ് ഈസ് സൺ ഓഫ് ഭാവന എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ദിനേശ് ഓൾറെഡി നമുക്കറിയാം ഈ അരുണിന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. കാരണം ചിത്രയുടെ ബ്രദറോ സിസ്റ്ററോ ആരോ ആണ് ദിനേശ് എന്ന് പറയുന്നത്. പക്ഷെ അരുണിന്റെ മക്കളാണ് ഇവർ എന്തായാലും. അപ്പൊ ദിനേശ് എന്ന് പറയുന്നത് സൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മകനാണ് ആരുടെ, ഭാവനയുടെ. അപ്പൊ ഉറപ്പായിട്ടും ഈ അരുണിന്റെ വൈഫ് ആയിരിക്കും ആരെന്ന് പറയുന്നത്, ഭാവന എന്ന് പറയുന്നത്. കണ്ടോ, അപ്പൊ ഇങ്ങനെ നമുക്ക് ആ റിലേഷൻസ് ഒക്കെ എല്ലാം കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ഭാവന റിലേറ്റഡ് ടു മനീഷ് എന്നാണ്. ഭാവന മനീഷിന്റെ ആരാണ്? അപ്പൊ മനീഷിന്റെ സൈഡിൽ നമ്മൾ റിലേഷൻ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ അരുൺ മനീഷിന്റെ ബ്രദറാണ്. അരുൺ ബ്രദറിന്റെ വൈഫാണ്. നമ്മൾ എന്താ പറയാ, സിസ്റ്റർ ഇൻ ലോ എന്നാ പറയാ അല്ലെ, സിസ്റ്റർ ഇൻ ലോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ ആൻസറിലേക്ക് വരാം. പേരുകൾ വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ എല്ലാ ജെൻഡറും കിട്ടുന്നുണ്ട്, കാരണം എല്ലാ ഡേറ്റ അനുസരിച്ച് നമുക്ക് എല്ലാ ജെൻഡർ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ ജെൻഡർ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, എഴുതി പോവാം. ജെൻഡർ കിട്ടാതെ വരുന്ന സമയത്താണ് നമുക്ക് ചില ഡൗട്ടുകൾ വരിക. അതുപോലെ ഈ ഓപ്ഷൻ അതൊക്കെ കനോട്ട് ബി ഡിറ്റർമിൻഡ് ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചിലപ്പോൾ നിർബന്ധമില്ല, ചിലപ്പോൾ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആൻസറിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പേര് വെച്ച് ജെൻഡർ കൊടുക്കാതെ തന്നെ ചെയ്യാം. ചിലപ്പോൾ പേര് വെച്ച് ജെൻഡർ കൊടുക്കാതെ വരുമ്പോഴത്തേക്കും ആൻസർ കനോട്ട് ബി ഡിറ്റർമിൻഡ് എടുക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, മീര ഈസ് വൈഫ് ഓഫ് സച്ചിൻ. ഓക്കെ, മീര എന്ന് പറയുന്നത് സച്ചിന്റെ വൈഫാണ്. ഓക്കെ, അപ്പൊ സച്ചിൻ ഉറപ്പായിട്ട് ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ. അടുത്ത, സച്ചിൻസ് സിസ്റ്റർ ഈസ് ശാരദ എന്ന് പറയുന്നുണ്ട്. അപ്പം സച്ചിന്റെ സിസ്റ്റർ ആണ് ശാരദ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഷീ ഈസ് ദ വൈഫ് ഓഫ് അർജുൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ശാരദ എന്ന് പറയുന്നത് അർജുന്റെ വൈഫാണ് എന്നും പറയുന്നുണ്ട്. കണക്ട് ചെയ്ത് രണ്ട് ഡേറ്റ എല്ലാവരുടെയും ജെൻഡർ കിട്ടുന്നുണ്ട്. അടുത്ത, അർജുൻ ഈസ് ബ്രദർ ഓഫ് മീര. ഓക്കെ, വീണ്ടും ഒരു കണക്ഷൻ വരുന്നുണ്ട്. അരുൺ ഈസ്, ഓക്കെ, അനുനെ ഷീ ഈസ് ദ വൈഫ് ഓഫ് അർജുൻ. അടുത്തത്, അരുൺ ഈസ് സൺ ഓഫ് ശാരദ എന്ന് പറയുന്നുണ്ട്. ശാരദയുടെ മകനാണ് അരുൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ അർജുൻ ഈസ് ബ്രദർ ഓഫ് മീര എന്ന് പറയുന്നുണ്ട്. അർജുൻ ഈസ് ബ്രദർ ഓഫ് മീര. അർജുനും മീരയുടെ ഒരു ബ്രദർ റിലേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു കൂട്ടക്കല്യാണം പോലെ അല്ലേ. അതായത് സച്ചിനും ശാരദയും ആങ്ങളും പെങ്ങളുമാണ്. മറ്റേ ആങ്ങളെയും പെങ്ങളെയും കല്യാണം കഴിക്കുന്നുള്ള കൺസെപ്റ്റ്, ഒരേ ഫാമിലി തന്നെ മാരേജ് ചെയ്യുന്നുള്ള കൺസെപ്റ്റിലേക്ക് അത് പോകുന്നുണ്ട്. നോക്കാം. സൊനാലി ഈസ് ഡോട്ടർ ഓഫ് അർജുൻ എന്ന് പറയുന്നുണ്ട്. സൊനാലി അർജുൻ്റെ ഡോട്ടറാണ്, അപ്പൊ ശാരദയും ഡോട്ടറാണ്. അപ്പൊ അരുണിന്റെ സിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്, സൊനാലി എന്ന് പറയുന്നത് അല്ലെ. സൊനാലി എന്ന് പറയുന്നത് അരുണിന്റെ സിസ്റ്റർ ആയിട്ട് വരും. ഓക്കെ, ഈ സൈഡിലേക്ക് വരികയാണ്. ഇത്രയും ഡേറ്റയാണ് നമ്മുടെ ഉള്ളത് അല്ലെ, ഇത്രയും ഡേറ്റ നമ്മുടെ ഉണ്ട്. ക്വസ്റ്റ്യൻ, ഹൗ ഇസ് അരുൺ റിലേറ്റഡ് ടു സൊനാലി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും ഡേറ്റ ഒക്കെ പറഞ്ഞെങ്കിലും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഇസ് അരുൺ റിലേറ്റഡ് ടു സൊനാലിയാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കണം, ബ്രദർ ആയിരിക്കണം. ഓക്കെ, കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ഡേറ്റ പോലെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് അവിടെ തന്നെ നമുക്ക് ആൻസറിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഫാമിലി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആൻസറിലേക്ക് പോവാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സച്ചിനും ശാരദയും സൊനാലിയെ കൊണ്ട് എല്ലാവർക്കും എസ് എഴുതി വെക്കരുത്. ഞാൻ അത് കൃത്യമായിട്ട് മാറ്റി എഴുതുന്നുണ്ട്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അർജുനും അരുണും ഉണ്ട്, അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കാം. കാരണം പലപ്പോഴും നമ്മൾ ഇതിനെല്ലാം ഒരേ ലെറ്റേഴ്സ് ഒക്കെ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തെറ്റാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ, പേര് വെച്ച് എഴുതുമ്പോൾ. ഇപ്പം ഞാൻ പൊതുവെ പറഞ്ഞ പേര് വെച്ച് എഴുതുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് പോയിന്റിങ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് റിലേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻ എന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്.
അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇപ്പം റെയിൽവേ SSC എക്സാമിൽ നമുക്ക് എന്താണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഓക്കെ, ഇത് പലപ്പോഴും പലരും ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണിത് ആക്ച്വലി. അപ്പോൾ നമുക്കവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് പറഞ്ഞിട്ട് ആ റിലേഷൻസ് വരയ്ക്കുന്നതിന് പകരമായിട്ട് രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ ഒരൊറ്റ സെന്റൻസിൽ പറയാണ്. രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ ഒരൊറ്റ സെന്റൻസിൽ പറയുമ്പോൾ ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് പോയിന്റിങ് ടു ആൻ ഓൾഡ് മാൻ. ഓക്കെ, ഒരു ഓൾഡ് മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലിനി സെഡ്, മാലിനിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആൾ ആര്, പോയിന്റ് ചെയ്യപ്പെടുന്ന ആൾ ആര്, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന ആള് മാലിനിയാണ്. ഓക്കെ, എന്താ മാലിനി പറയുന്നത്? ഹിസ് സൺ ഈസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഹിസ് എന്ന് പറയുന്നത് ആരെയാണ്? ഈ ഓൾഡ് മാനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓൾഡ് മാനെ കുറിച്ചല്ല പറയുന്നത്. എന്താ പറയുന്നത്? ഈ ഓൾഡ് മാന്റെ മകനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനകത്ത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഹിസ് സൺ. ഓക്കെ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈസ് മൈ സൺസ് മെറ്റേണൽ അങ്കിൾ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പം ഹിസ് സൺ ഈസ്, അപ്പൊ അതൊരു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഹിസ് സൺ എന്ന് വെച്ചാൽ ഓൾഡ് മാന്റെ സൺ എന്ന് പറയുന്നത് ആരാന്ന് പറയുന്നത്? മൈ സൺസ് മെറ്റേണൽ അങ്കിൾ, എൻ്റെ മകന്റെ മെറ്റേണൽ അങ്കിൾ. ഓക്കെ, ഇവിടെ പറയുന്ന മാലിന്യാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് എന്താ പറയുക, കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് വന്നിട്ടില്ല, ഓൾട്ട് ആൻസർ വന്നിട്ടില്ല. അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എൻ്റെ, മൈ എന്ന് പറയുന്നുണ്ട്, മൈ സൺസ് മെറ്റേണൽ അങ്കിൾ എന്ന് പറയുന്നുണ്ട്, എൻ്റെ മകന്റെ മെറ്റേണൽ. അപ്പം മാലിന്യ എന്ന് പറയുന്ന ആളുടെ മകന്റെ മെറ്റേണൽ അങ്കിൾ. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുവേ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന സമയത്ത് മെറ്റേണൽ അങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും മാലിനി എന്ന പേര് വരുന്ന സമയത്ത് ഫീമെയിൽ ആണെന്നുള്ളൊരു മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് ആക്ച്വലി നമുക്ക് വേറെ രീതി എടുക്കാൻ പറ്റും. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് മാലിനി എന്ന് പറഞ്ഞൊരു മെയിൽ ജെൻഡർ ആകാം അല്ലെ. എങ്ങനെയാണെങ്കിൽ മാലിനിയുടെ വൈഫിന്റെ ഡീറ്റെയിൽസ് പറയുന്ന പോലെ ആയിക്കൂടെ? ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ മാലിനിയുടെ മകന്റെ മെറ്റേണൽ അങ്കിൾ എന്നാ പറയുന്നത്. അതായത് വൈഫിന്റെ ബ്രദർ. മെറ്റേണൽ അങ്കിൾ എന്ന് വെച്ചാൽ അമ്മയുടെ സഹോദരൻ എന്നാണല്ലോ. അപ്പം ഇത് ഒരു മെയിൽ ആണെങ്കിൽ എന്നുള്ള അസംഷനിൽ ഞാൻ പറയുന്നതാണ്. ഇതൊരു മെയിൽ ആണെങ്കിൽ ആ മാലിനിയുടെ മകന്റെ മെറ്റേണൽ, അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യ ആയിരിക്കും, ഈ മാലിനിയുടെ ഭാര്യ ആയിരിക്കും. ആ ഭാര്യയുടെ ബ്രദറിനെയാണ് ഉദ്ദേശിക്കുന്നത് സൺ. അതാണെന്ന് ആര്? ഹിസ് സൺ. അതാണ് അയാളുടെ മകൻ എന്ന് പറഞ്ഞാൽ ആരുടെ മകൻ? ഓൾഡ് മാന്റെ മകൻ. ഓക്കെ, ഓൾഡ് മാന്റെ മകനാണിത്. കണ്ടോ? ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഓപ്ഷനകത്ത് നമുക്ക് ഇത് മാത്രമല്ല പറയാൻ പറ്റും. നമുക്ക് മറ്റു രീതി പറയുന്നതെന്ന് വെച്ചാൽ മാലിനി ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? അപ്പം മാലിനി ഒരു പെൺകുട്ടിയാണെങ്കിൽ മാലിനിയുടെ മകന്റെ മെറ്റേണൽ എന്ന് വെച്ചാൽ മാലിനിയുടെ സഹോദരനായിരിക്കും. ആ സഹോദരനാണ് ഹിസ് സൺ. അതാണ് ഓൾഡ് മാന്റെ മകൻ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഹൗ ഇസ് ഓൾഡ് മാൻ റിലേറ്റഡ് ടു മാലിനി എന്നാണ് ചോദിക്കുന്നത്. മാലിനിയുടെ ആരാണ് ഓൾഡ് മാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും മാലിനിയുടെ എന്താണ് വൈഫിന്റെ അച്ഛനാണ് ഓൾഡ് മാൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ അതൊരു എന്താണ് ഫാദർ ലോ റിലേഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഓപ്ഷൻ ഫാദർ ലോ ഇല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ, ഓപ്ഷനിൽ ഫാദർ ലോ ഇല്ല. അപ്പൊ ഇത് വരില്ല. അവർ ഉദ്ദേശിക്കുന്നത് മീരയെ ഫീമെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്, മാലിനിയെ. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷനകത്ത് ഓരോട്ട് ആൻസറോ അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമിൻഡോ ഇല്ല എങ്കിൽ നിങ്ങൾ പേര് വെച്ച് ജെൻഡർ എടുത്ത് പോക്കുക. ഓക്കെ, നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള സാധനമാണ് ഞാൻ അതെടുത്ത് പറയുന്നത്. നിങ്ങൾ പേര് വെച്ച് ജെൻഡർ എടുക്കേണ്ട സാഹചര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഓപ്ഷനകത്ത് കനോട്ട് ബി ഡിറ്റർമിൻഡോ ഓർ ഇട്ട ആൻസറോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പേര് വെച്ച് ജെൻഡർ എടുക്കാം, ഇത് എടുക്കാം. ഓക്കെ, അല്ലാതെ അപ്പൊ നിങ്ങൾ രണ്ട് വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വരും എന്നുള്ളൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. നിങ്ങൾ രണ്ട് വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓപ്ഷനകത്ത് കനോട്ട് ബി ഡിറ്റർമിൻഡോ ഓർ ഇട്ട ആൻസറോ, അത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ വരാം, ഫാദർ ഓർ ഫാദർ ഇൻ ലോ എന്നൊക്കെ ഓപ്ഷൻ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഫാദർ എന്നുള്ള രീതി എടുക്കാൻ പറ്റും, ഇവിടെ ഫാദർ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. രണ്ട് രീതിയിൽ എടുക്കാൻ സാധിക്കും. അപ്പം ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനകത്ത് ഓരോ ആൻസറോ കനോട്ട് ബി ഡിറ്റർമിൻഡോ ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? പേര് വെച്ച് ജെൻഡർ എടുത്താൽ മതി. മാലിനി എന്ന പേര് പൊതുവെ നമ്മൾ ഫീമെയിൽ ജെൻഡറിനാണ് കേൾക്കുന്നത്. അങ്ങനെ തന്നെ കൊടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഇത് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ. ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട. പലരും ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ എന്ന് ആലോചിച്ച് ഒരുപാട് പേര് വെറുതെ ആലോചിച്ചിരുന്ന് വെറുതെ സമയം കളയാറുണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് നോക്കിയാതെ നമ്മൾ പേര് വെച്ച് ജെൻഡർ എടുത്ത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ ക്വസ്റ്റിനകത്ത് ഹൗ ദിസ് ഓൾഡ് മാൻ റിലേറ്റഡ് ടു മാലിനി എന്നാണ്. മാലിനിയുടെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്? ഓൾഡ് മാൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഫാദർ ആയിരിക്കും. ഓക്കെ,
ചിലരെങ്കിലും ഫാദറിനെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, കാരണം മാലിന്യ എന്നുള്ള പേര് ഫീമെയിൽ ജെൻഡറായിട്ട് തന്നെ എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് എപ്പോഴാണ് നമ്മൾ അങ്ങനെ മാത്രം എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷന്റെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് നോക്കാം വേറെ ക്വസ്റ്റൻ അത് വരുന്നുണ്ടോ എന്ന്. ഇവിടെ ഒരു പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് എ ലേഡി സെഡ്. ഓക്കെ, ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേഡി പറയാണ് ഹീസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹീ എന്ന് പറയുന്നത് ഫോട്ടോയിൽ കാണുന്ന ആളെ അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള ആളെയാണ് പറയുന്നത്. അപ്പൊ ഫോട്ടോയിലുള്ള ആൾ എന്താണ്, ഒരു മെയിൽ ജെൻഡറിൽ പെടുന്ന ആളാണെന്ന് മനസ്സിലാക്കുക. ഫോട്ടോ ഒരു മെയിൽ ആണെന്ന് മനസ്സിലാക്കുക. ഈസ് എ സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. അപ്പൊ ലേഡിയാണ് പറയുന്നത്. ലേഡി എന്താ പറയുന്നത്, ആ ലേഡിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഓൺലി സൺ. ഓക്കെ, ഇവിടെയും മറ്റൊരു പ്രശ്നം കാണിച്ചു തരാം. ഇപ്പൊ ലേഡി പറയാണ്, ലേഡിയുടെ ഗ്രാൻഡ് ഫാദർ. ഈ ലേഡിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേഡിയുടെ അച്ഛൻ്റെ അച്ഛനും ആകാം, അമ്മയുടെ അച്ഛനും ആകാം. നമുക്കറിയാം പെറ്റേണലും മെറ്റേണലും ഉണ്ട്. അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അത് പറഞ്ഞിട്ടില്ല, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ലേഡിയുടെ അച്ഛൻ്റെ അച്ഛനും ആകാം, അല്ലെങ്കിൽ ലേഡിയുടെ അമ്മയുടെ അച്ഛനും ആകാം. പലരും ചെയ്യുന്നത് ഓൺലി സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് പോകുന്നവരുണ്ട്. ഇപ്പൊ ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ഇതല്ല, നമുക്ക് ഓൺലി ചൈൽഡ് വരുമ്പോഴേ ഇങ്ങനത്തെ ഒരു കേസിലേക്ക് പോകത്തുള്ളൂ, ഒരൊറ്റത്തിലേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ആക്ച്വലി ഞാൻ രണ്ട് പോസിബിലിറ്റി വരച്ച് കാണിച്ചു തരാം. അപ്പൊ ലേഡി പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഓൺലി സൺ, അത് ഇതായിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് അങ്കിളായിട്ട് വരും അയാൾ, ലേഡിയുടെ അല്ല, ആ പറയുന്ന ആളുടെ മകനാണ് ഹി എന്നാണ് പറയുന്നത്, ആ മകനെയാണ്. അപ്പൊ ഇയാളുടെ മകൻ, അതായത് ലേഡിയുടെ ബ്രദർ ആണ് ആരെന്ന് പറയുന്നത് ഫോട്ടോയിൽ കാണുന്നത്. ഇവിടെ വരുമ്പം ഇവിടെ ആണെങ്കിൽ ലേഡിയുടെ അങ്കിളിന്റെ മകനാണ് ഫോട്ടോയിൽ കാണുന്ന ആൾ. അപ്പൊ അതൊരു കസിൻ ആയിട്ടാണ് വരുന്നത്. ഉണ്ടോ, രണ്ട് രീതിയിൽ പോകുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓപ്ഷൻ അത് കനോട്ട് ബി ഡിറ്റർമിൻഡോ ഓറിട്ട് ആൻസറോ ഇല്ലെങ്കിൽ പോസിബിലിറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ പേര് വെച്ചുള്ള പ്രശ്നമല്ല, ഇവിടെ ജെൻഡർ വെച്ചുള്ള പ്രശ്നമാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഓൺലി സൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ ഒരേ ഒരു മകൻ എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അച്ഛൻ്റെ അച്ഛനായിട്ട് എടുത്തിട്ട് ആ മകനായിട്ട് അങ്ങ് എടുത്താൽ മതി. അവിടെ ഉള്ള ആൾക്കാരെ മാത്രം എടുക്കുക. ഒരു മകളാണ്, ആ മകൾക്കൊരു സഹോദരനുണ്ട്, അങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ട. ഈ ഒരു തന്നെ എടുത്തു പോവാം, കുഴപ്പമില്ല. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് രണ്ട് പോസിബിലിറ്റിയും ചെക്ക് ചെയ്തിട്ട് ആൻസർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഏതാ ഉള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ഓപ്ഷനകത്ത് നമുക്ക് പോസിബിലിറ്റി വരുവാണെങ്കിലും, നമ്മുടെ വരയ്ക്കുമ്പോൾ പോസിബിലിറ്റി വരുവാണെങ്കിലും ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ അതങ്ങ് സെലക്ട് ചെയ്യാം. കനോട്ട് ബിയും ഓറിട്ട് ആൻസറും ഇല്ല എങ്കിൽ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇവിടെ ആക്ച്വലി ഇതായിരിക്കും നമുക്ക് എടുക്കുക. ഇവിടെ വരുമ്പോഴത്തേക്കും ഫോട്ടോയിൽ കാണുന്ന ആളെന്ന് പറയുന്നത് ആരാണ്, ബ്രദർ ആണ്. ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോ റിലേറ്റഡ് ടു ദ ലേഡി എന്നാണ് ചോദിക്കുന്നത്, ബ്രദർ ആണ്. അപ്പൊ ഈ പോയിന്റ് ടേബിൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പലർക്കും ഡൗട്ട് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഓപ്ഷൻ നോക്കിയിട്ട് പേര് വെച്ചെടുക്കണോ വേണ്ടതൊക്കെ തീരുമാനിച്ചെടുക്കാനുള്ള ഒരു രീതികളിലോട്ട് പ്രാക്ടീസ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ദീപക് ഇൻട്രൊഡ്യൂസസ് രാജു സെയിം. ഓക്കെ, ദീപക് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, രാജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താ പറയുന്നത്, ഹീസ്. അപ്പോ ദീപക് ഇൻട്രൊഡ്യൂസസ് രാജു എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ദീപക് ആണ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്, ഹീസ്. ഈ ഹീ എന്ന് പറയുന്ന ആരെയാണ്, രാജുവിനെയാണ്. അപ്പൊ ഹീസ് ദ ഹസ്ബൻഡ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഫാദർ ഓഫ് മൈ ഫാദർ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ ഓഫ് വെച്ച് നോക്കിയാട്ടോ. ഹീസ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ എന്നുള്ളത് ഹസ്ബൻഡ് ഓഫ്, കണ്ടോ, ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഫാദർ. ഓക്കെ, ഈ ഓഫ് വെച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മൈ ഫാദർ, എൻ്റെ അച്ഛൻ്റെ ഗ്രാൻഡ് ഡോട്ടറിന്റെ ഹസ്ബൻഡ് ആണ് രാജു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ദീപകിനെ എടുക്കുവാണ്. ദീപക് പറയാണ് ദീപകിന്റെ അച്ഛന്റെ ഗ്രാൻഡ് ഡോട്ടർ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപകിന്റെ അച്ഛന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ അത് ദീപകിന്റെ സിസ്റ്റർ ആകാം അല്ലെ, അല്ലെങ്കിൽ ദീപകിന്റെ അച്ഛന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് വെച്ചാൽ ദീപകിന്റെ ഏതെങ്കിലും അങ്കിളിന്റെയോ ആന്റിന്റെയോ മകളും ആകാം. രണ്ട് രീതിയിലും വരാം കേട്ടോ. ആ മകളുടെ ഹസ്ബൻഡ് എന്നാ പറയുന്നത്. ആ മകളുടെ ഇവിടെ വരുമ്പോഴത്തേക്കും ആ മകളുടെ ഹസ്ബൻഡ് ആകുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ഇവിടെ ആയിരിക്കും രാജു വരിക അല്ലെ. ഇവിടെ ആകുമ്പോൾ ഇവിടെ വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു കസിൻ റിലേഷൻ ആണ് രണ്ടാമത്തിൽ വരുന്നത്. ആദ്യത്തിലാണ് നമുക്ക് എന്താ പറയാം, ഹൗ ഇസ് രാജു റിലേറ്റഡ് ദീപക് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബ്രദർ ലോ റിലേഷൻ എന്ന് പറയാം. നിങ്ങൾ ഓപ്ഷനകത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ബ്രദർ ലോ ഓപ്ഷൻ കിടപ്പുണ്ട്, കസിന് വന്നിട്ടില്ല. ഒരു കസിൻ റിലേഷൻഷിപ്പ് ആണ് അവിടെ ആക്ച്വലി വരുന്നത്. അപ്പൊ എന്തായാലും അതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. രണ്ട് പോസിബിലിറ്റി അറിഞ്ഞു പോവുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഓൺലി സൺ എന്നൊക്കെയാണ്, സോറി ഓൺലി സൺ ഓൺലി ചൈൽഡ് ആയിരുന്നേ ഓക്കെ ആയിരുന്നു. ഓൺലി സണ്ണ് വന്നാലും വേറെ മകൾ ഉണ്ടാകാലോ, അങ്ങനെ ഓപ്ഷനും ഉണ്ട്, ചാൻസും ഉണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പോയിന്റിംഗ് ടു എ മാൻ ഇൻ എ ഫോട്ടോഗ്രാഫ്, അനിത സെഡ്
ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ. ഓക്കെ, ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ എന്ന് വെച്ചാൽ ഈ ഹിസ് ആരെ ഉദ്ദേശിക്കുന്നത്? ഫോട്ടോയിൽ കാണുന്ന ആളെയാണ്. ഫോട്ടോയിൽ കാണുന്ന ആളുടെ മദറിന്റെ ഓൺലി ഡോട്ടർ. അപ്പൊ ഫോട്ടോയിൽ കാണുന്നത് ഒരു മാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഫോട്ടോയിൽ കാണുന്നത് മാൻ ആണ്. അപ്പൊ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അമ്മയുടെ ഒരേ ഒരു മകൾ, അപ്പൊ ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ സഹോദരി ആയിരിക്കും അത്, അല്ലെ? ആ ഡോട്ടർ എന്ന് പറയുന്നത് ഈസ് മൈ മദർ, അത് എൻ്റെ അമ്മയാണ്, അനിതയുടെ അമ്മയാണ്. ഇങ്ങനെ വരുന്നത് കേട്ടോ. ഫോട്ടോയിൽ കാണുന്ന ആളുടെ അമ്മയുടെ ഒരേ ഒരു മകൾ, ഫോട്ടോയിൽ കാണുന്ന ആളുടെ സഹോദരി ആയിരിക്കും. അതെന്ന് പറയുന്നത് അനിതയുടെ അമ്മയാണ് എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ആ ഡേറ്റ, കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഹൗ ഈസ് അനിത റിലേറ്റഡ് ടു ദാറ്റ് മാൻ എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നതനുസരിച്ച് അനിതയുടെ ജെൻഡർ പറഞ്ഞില്ല. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരിടത്തും അനിതയുടെ ജെൻഡർ കിട്ടുന്നില്ല ഇതിനകത്തൊന്നും. പക്ഷേ ഹൗ ഈസ് അനിത റിലേറ്റഡ് ടു ദ മാൻ ചോദിക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല? ഓർ ആൻസറും ഇല്ല, കനോട്ട് ബി ഇല്ല. അപ്പൊ അനിത നമുക്ക് എന്തായാലും എടുത്താൽ മതി, ഒരു ഫീമെയിൽ ആയിട്ട് എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അവിടെ ജെൻഡർ എടുക്കുക, പേര് വെച്ചിട്ട്. റൂള് പ്രകാരം പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഹൗ ഈസ് അനിത റിലേറ്റഡ് ടു ദാറ്റ് മാൻ. ഫോട്ടോയിൽ കാണുന്ന ആളുടെ ആരെന്ന് ചോദിച്ചാൽ ഫോട്ടോയിൽ കാണുന്ന ആളുടെ സഹോദരിയുടെ മകളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് സിസ്റ്റർ ആണ്. സഹോദരന്റെയോ സഹോദരിയുടെയോ മകളുടെ നീസ് എന്നും മകനാണെങ്കിൽ നെഫ്യൂ എന്നും നമ്മൾ പറയാം, അല്ലെ? ഓക്കെ, അപ്പൊ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്ത് കാണിച്ചത്. ബ്ലഡ് റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്തുകൊണ്ട് അത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിനും 3 മാർക്കിനും വെയിറ്റേജ് കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ബ്ലഡ് റിലേഷൻ. പലരും ഈ പോയിന്റ് ടൈപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയാ ചെയ്യാണ്ട് പഠിക്കാണ്ടൊക്കെ പോയി അല്ലെങ്കിൽ പാടാണെന്നൊക്കെ ഒരു മെന്റാലിറ്റി വെക്കുന്നവരുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ എന്താ പറയുക പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാണ്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. കാരണം ആ ഡേറ്റ വായിക്കുമ്പോൾ തന്നെ അതിന്റെ മീനിങ് മനസ്സിലാക്കി ആൻസർ പറയാൻ പറ്റും. അപ്പം നിങ്ങൾ അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ വരച്ച് ചെയ്യുന്ന എന്താണ് കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് പറഞ്ഞ് വരച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ആക്ച്വലി പോയിന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റ് ടൈപ്പിന്റെ കുറച്ച് എന്താ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ചെയ്ത അതേ മോഡലും അതേ റിലേഷൻസും അതേ ടേമുകളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണും. നിങ്ങൾക്ക് ഈ സംഭവം റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് റിലേഷൻ കാണുമ്പോൾ തന്നെ ഇത് ഇന്ന ആളാണ് ഡയറക്റ്റ് ആൻസർ ആണ്. ഒരൊറ്റ സെന്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് ഒന്ന് മനസ്സിലാക്കി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം നല്ലപോലെ. മറ്റേ ടൈപ്പ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം ഡേറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അവരിപ്പോൾ ഈ യൂട്യൂബ് ക്ലാസ്സിൽ PYQ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാകുന്നു എന്തിനാ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും PYQ ഓൾറെഡി നമുക്ക് വേറെ പല സോഫ്റ്റ്വെയറിൽ നിന്നും PYQ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്കഷൻ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, കുറച്ചും നല്ല രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതുപോലെ തന്നെ എന്തൊക്കെ മോഡലുകൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും വിട്ടുപോയ മോഡലുണ്ടോ. കാരണം ഇത് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ട് കിടക്കുന്നത്, പലയിടത്തും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും മിക്സഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്ത ആൻസറിലേക്ക് അല്ലെങ്കിൽ ഇന്ന റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്, മാത്സിന്റെ ഇതൊക്കെ മനസ്സിലാക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇവിടെ യൂട്യൂബിൽ നമ്മൾ ക്ലാസ് പോകുന്ന സമയത്ത് ടോപ്പിക്കുകൾ കുറച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏതൊക്കെ വെറൈറ്റികൾ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മാക്സിമം ബേസിക് ക്ലാസ് കണ്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ബേസിക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം എവിടെയെങ്കിലും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ അത് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ നേരത്തെ കൂടി ബേസിക് ഐഡിയ ഉള്ളവരാണെങ്കിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന വീഡിയോസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് പോവുക. PYQs പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you.